ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണം. തമ്പനയിൽ കണ്ട പോലെ തന്നെ നല്ല അടിപൊളി കോഴി അച്ചാർ, അതായത് നമ്മുടെ ഒരു പിക്കിള്, ചിക്കൻ പിക്കിൾ. ഒരുപാട് പിക്കിൾ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. സംഭവം ഞാൻ നാട്ടിലോട്ട് പോകാൻ പോകണം, ലെമൺ റൈസിന് ഒരു പിക്കിൾ വേണം. ചിക്കൻ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, എങ്കിൽ പിന്നെ ചിക്കൻ പിക്കിൾ തന്നെ ആവാമെന്ന് വിചാരിച്ചു. സംഭവം ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മളൊരു അരിപ്പിൽ ആദ്യം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോരാൻ വച്ചതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. ഇതിലോട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, നാരങ്ങ നീര് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എനിക്ക് അങ്ങനത്തെ സമയവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ അങ്ങ് മാഗ്നേഷൻ ചെയ്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും വച്ചു എന്ന് തോന്നുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിൽ നല്ലപോലെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കുന്നുണ്ട്. അതായത് 2 കുടം വെളുത്തുള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത്രയും അളവിലാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് കുറച്ചൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. കുറച്ച് ബാക്കിയുള്ള ഭാഗം ബാക്കി നിങ്ങൾ കാണുന്നില്ലേ, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ച് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാം. അതാകുമ്പോൾ നമ്മുടെ അച്ചാറിന് കുറച്ചും കൂടെ നല്ലൊരു ഗ്രേവി കിട്ടും. ഞാൻ സംഭവം ഒന്ന് അരച്ചാണ് എടുക്കുന്നത്, ഒന്ന് ചതച്ചെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുരുമുളക് ഇടുന്നുണ്ട്. ഇനി വേറൊരു കാര്യം, കുരുമുളക് ഇടുമ്പോൾ നിങ്ങൾക്ക് പൊടിയാണുള്ളതെങ്കിൽ ഇപ്പോൾ ചേർക്കണം. നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് നമുക്ക് ചേർക്കാവേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് ചതച്ച് കൊണ്ടുവന്നിട്ട് എന്നാലും ഒരു അല്പം കൂടെ ചതയാനുണ്ട്. ഞാൻ അപ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണയും കൂടെ വീഴ്ത്തിയിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ച് കൊണ്ടിട്ടുണ്ട് കേട്ടോ. അരച്ചെന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല. അങ്ങനെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. സംഭവം എണ്ണ ചേർത്ത് നമ്മൾ മിക്സിയിൽ ഇതൊന്ന് അരച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് വരും കേട്ടോ. ഒരു ടിപ്പാണ്. ഇനി പാൻ വെച്ചിട്ട് പാനിലോട്ട് നമുക്ക് എണ്ണ വീഴ്ത്താം. നമുക്ക് ചിക്കനൊക്കെ ഒന്ന് പൊരിച്ച് കൊണ്ടുവരാമേ. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കടുകെണ്ണയാണ്. ഇവിടെ എനിക്ക് കടുകെണ്ണയാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഈ എണ്ണ എടുത്തിരിക്കുന്നത്. ഈ ഒരു എണ്ണയ്ക്ക് ഒരു പ്രത്യേകത, ഇതിൽ നിന്ന് ആവി പറക്കുന്ന പോലെ എണ്ണ ചൂടായാൽ മാത്രമേ ഇതിനൊരു വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്. അത് മാറണമെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. ഇത് ഇടുന്നതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് നമ്മളെ ചിക്കൻ ഒന്നും കരിഞ്ഞു പോവുക, വേവാതിരിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇത് ഈ ഒരു എണ്ണയുടെ പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ചിക്കനൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം. പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ഇത് കല്ല് മാതിരി നിങ്ങൾ ഒരിക്കലും ഫ്രൈ ചെയ്യരുത്. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മീനായാലും ചിക്കനായാലും പറയും കല്ല് പോലെ ഇല്ല, ഇങ്ങനെ കല്ല് പോലെ എടുക്കും. സംഭവം അവർ പറയുന്നത് ഇല്ലെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേടായി പോകുന്നു, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. സംഭവം നമുക്ക് നല്ലപോലെ ബ്രൗൺ ആയി കിട്ടിയാൽ മതി. അതായത് നല്ലപോലെ വെന്ത് അതിനുള്ള വെള്ളമൊക്കെ നമുക്ക് മാറി കിട്ടിയാൽ മതി. സംഭവം കല്ലായി കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് നമ്മുടെ മീൻ അച്ചാറിന് ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഞാൻ എല്ലാം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവനെ അങ്ങ് കോരി എടുക്കാവേ. അതായിരിക്കും നമ്മൾ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് വറുത്ത് കൊണ്ടുവരുന്നുണ്ടേ. വറുക്കുക എന്ന് പറയുമ്പം നമുക്ക് പിന്നെ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മുടെ ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഏതാണ്ട് കളർ ഒരു ബ്രൗൺ കളർ പോലെ ഇവനൊന്ന് റെഡിയായി വരുന്നു. ഈ സമയത്ത് നമുക്ക് ഇവനെ കോരിയെടുക്കാവേ. ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ കോരിയെടുക്കുക. പിന്നെ ആയിക്കഴിഞ്ഞാൽ ഇവൻ കല്ല് പോലെ ആയിപ്പോൾ. അപ്പോൾ ഞാൻ ഇതിൽ നിന്നെല്ലാം ഇങ്ങനെ കോരി മാറ്റുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള എണ്ണ, നമുക്ക് ഈ എണ്ണയിൽ തന്നെയാണ് ബാക്കി എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള മാറ്റിയതിന് ശേഷം ഇതിൽ തന്നെ നമ്മൾ കടുകും ഉലുവ, നിങ്ങളുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ കറിവേപ്പില, മുളകൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് അപ്പോൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടി എല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരണം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടില്ലേ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഇതിനെ നല്ല മാതിരി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനിയുള്ള എല്ലാ കാര്യം നമ്മൾ, കാരണം ഇത് കേടുകൂടാതെ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനമാണ്. അപ്പോൾ ഇനിയുള്ള സ്റ്റെപ്പുകളെല്ലാം നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ല മാതിരി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ ഇതിൽ നിന്ന് ഒരു അല്പം പോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോവും. അപ്പോൾ ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ നല്ലൊരു മണം നമ്മളെ മൂക്കിലോട്ട് അടിച്ച് കയറുന്നുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾ കായപ്പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കായപ്പൊടി ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കട്ടക്കായം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ടാണ് ഞാൻ വിനീഗർ നമ്മൾ വീഴ്ത്തുന്ന സമയത്താണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പൊടികളൊക്കെ ഈ സമയത്ത് നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് നോക്കിക്കോ, ഞാൻ കായമൊക്കെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അതായത് പൊടികൾ ഒരിക്കലും കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പം ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ വിനീഗറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വിനീഗറും കൂടെ ഉപയോഗിച്ച് നമ്മുടെ വിനീഗറിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി നല്ലപോലെ തിളച്ച് വരണം കേട്ടോ. ഇതിൽ നിന്ന് കണ്ടല്ലോ നിങ്ങൾ, എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കും നമ്മുടെ ചിക്കൻ എല്ലാം കൂടെ എടുത്ത് തട്ടാമേ. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് നമ്മൾ പൊരിച്ചിട്ടുള്ളത്. വേറെ എല്ലാ അച്ചാറ് പോലെ ഇതിൽ ഉപ്പെടുത്ത് തട്ടരുത്, എങ്കിൽ പണി പാളും കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് ആവശ്യം, നമ്മുടെ ആ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം നിങ്ങൾക്ക് ഗ്രേവിയിൽ ചേർത്താൽ മതി, അല്ലാതെ ഒരു ഉപ്പിൻ്റെ ആവശ്യവും നമുക്കിതിലില്ല കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കോ, നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചിക്കൻ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനെയും പോലെ നമ്മൾ ലാസ്റ്റ് ഒരു പരിപാടി ചെയ്യത്തില്ലേ, ശർക്കര ഇടുന്ന പരിപാടി, അതുപോലെ എല്ലാം, അതായത് എരിയും പുളിയും
എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമുക്ക് ഇത് നോക്കിയോ റെഡിയായിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിപാടി റെഡി ആയിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ലെമൺ റൈസിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒരു യാത്ര പോകുമ്പോഴാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഞാനൊരു യാത്ര പോകാൻ പോവാണ്, ഞാൻ നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ അതിന്